ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലത്തെ നാട്ടിൻപുറത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇതുപോലത്തെ വീഡിയോസ് തന്നെ ഇടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോയിൽ, നമ്മുടെ ചാനലിൽ കിടക്കുന്നത്. അപ്പോൾ വെറൈറ്റി വീഡിയോസൊന്നും നമുക്ക് ഇടാനായിട്ടുള്ളൊരു ഇതൊന്നുമില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലത്തെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വ്ളോഗൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ ഇതുപോലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകണ്ട. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോസൊക്കെ ഇങ്ങനെ എന്താ പറയുക കുറച്ചിങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരു ചുരുങ്ങിയതൊരു 500 ലൈക്കെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. കിട്ടുമോയെന്നൊന്നും അറിയില്ല, വെറുതെ പറയണ. ഇതുവരെ ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ വീഡിയോസൊക്കെ ഏകദേശം ഒരു 1500, 2000, 3000ൻ്റെ അടുത്തൊക്കെ ഇപ്പം ഇങ്ങനെ മാക്സിമം കടിച്ചു പിടിച്ചാലൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും അതിൽ പകുതി പേരെങ്കിലും ലൈക്ക് ചെയ്തൂടെ? ലൈക്ക് ചെയ്യാതെയാണ് എല്ലാവരും കാണുന്നത്. കൂടിപ്പോയാൽ ഒരു 100-150 പേരൊക്കെ ലൈക്ക് ചെയ്യണുള്ളൂ. അപ്പം അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അതാ രാവിലെ ചായയൊക്കെ ഉണ്ടാക്കി ഏട്ടനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് പണിക്ക് പോയിട്ടുണ്ട്. പിന്നെ ഞാനിതാ അടുക്കളയുടെ അപ്പുറത്ത് വന്നിട്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ചു പോരുകയാണ്. അപ്പോൾ കുറേ ദിവസമായി നമ്മുടെ അടുപ്പിൻ്റെ അവിടെ തീയൊന്നും കത്തിക്കുന്നില്ല. ആകെ തണുത്ത് വിറച്ച് കിടക്കുകയാണ്. ഇപ്പോൾ പിന്നെ മഴയൊക്കെ ഇടയ്ക്ക് പെയ്യണത് കൊണ്ട് വെളിയിൽ അടുപ്പിൽ തീ കത്തിക്കലൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എല്ലാവരുടെയും കാട് പിടിച്ച് തുടങ്ങി. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വിടുന്ന കൂട്ടത്തിൽ അവിടുത്തെ അടുപ്പ് മൂടി വെച്ച അതൊക്കെ മാറ്റിയിട്ടു കേട്ടോ. വെയിലൊക്കെ കിട്ടുന്നുണ്ട് ഇടയ്ക്കൊക്കെ. പകലൊക്കെ നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ അത് വെയിൽ കൊണ്ടൊന്ന് വെടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് തുറന്ന് അങ്ങോട്ട് വെച്ചു. പിന്നെ രാവിലത്തെ പാത്രം കഴുകലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പാത്രമൊക്കെ കഴുകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കഴിക്കാനുള്ളത് ഉണ്ടാക്കണം. അപ്പോൾ ഏട്ടൻ രാവിലെ കഴിക്കാനൊന്നും നിന്നില്ല, നേരത്തെ പോകണമെന്നും പറഞ്ഞിട്ട് ആൾ ചായ മാത്രം മതിയെന്നും പറഞ്ഞിട്ട് ആൾ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പിള്ളേർക്ക് ഇനിയിപ്പോൾ കഴിക്കാനുണ്ടാക്കി കൊടുക്കും. അപ്പോൾ വെളിയിലെ പണിയൊക്കെ ഒരുങ്ങിയിട്ട് കഴിക്കാനുണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സേമിയ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നാവുമല്ലോ. അപ്പോൾ പിന്നെ പുറത്തെ പണിയൊക്കെ തീർത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പാത്രം കഴുകലും മുറ്റമടിക്കലും ഒക്കെ കഴിഞ്ഞു. എല്ലാം ഒരുക്കി വെച്ചിട്ട് പിന്നെ ഞാൻ അടുപ്പത്ത് എന്താണ് ഗ്യാസിൽ തീ കത്തിക്കുകയാണ്. നമ്മുടെ റവയല്ല, സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചാരു അവിടെ നമുക്ക് ഉള്ളിയും പച്ചമുളകും ക്യാരറ്റും ഇഞ്ചിയും ഒക്കെ മുറിച്ച് റെഡിയാക്കി വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ ഉപ്പുമാവിനുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും വേഗം ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ കേട്ടോ കുട്ടികൾക്ക്. സാധാരണ ഞാൻ ഇവിടെ സേമിയ വാങ്ങിക്കുമ്പോൾ ഗോതമ്പിൻ്റെ സേമിയാണ് വാങ്ങിക്കുന്നത്. അധികവും ഞങ്ങൾ ഗോതമ്പിൻ്റെ സേമിയാണ് കേട്ടോ വാങ്ങിക്കുക. അത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഏട്ടൻ ഇപ്രാവശ്യം സാധാരണ ഉള്ള സേമിയ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് വന്നത്. അപ്പോൾ അതൊരിക്കൽ വെച്ചു, ബാക്കി ഉണ്ട്. ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ നമുക്ക് 2 പേര് വെക്കാം കേട്ടോ. ഇതിന് ബ്രാൻഡും കാര്യങ്ങളൊന്നുമില്ല, പ്ലെയിനായിട്ടൊരു പാക്കറ്റാണ്. വലിയൊരു പാക്കറ്റ്, 1 കിലോൻ്റെ അങ്ങനെയാണ് തോന്നുന്നു. അങ്ങനെ നമ്മളിത് ആ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ട് എണ്ണയൊക്കെ ഒഴിച്ചു, കടുകിട്ടു, കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തു, വറ്റൽമുളക് ഇട്ട് കൊടുത്തു. നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ച ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇത്തിരി ഉഴുന്നുള്ളി ഉപ്പും കൂടെ ചേർത്താൽ പെട്ടെന്ന് അങ്ങനെ ഉള്ളിയൊക്കെ വഴണ്ട് കിട്ടുമല്ലോ. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ഉപ്പുമാവും ദോശയും ചോറും സാധാരണ കറിയും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അല്ലേ. വെറൈറ്റി ആയിട്ട് വെക്കാനുള്ള വീഡിയോസൊന്നും എനിക്ക് ഇപ്പോൾ കിട്ടില്ല പറഞ്ഞാൽ നമ്മളൊന്നും വാങ്ങിക്കില്ല കേട്ടോ. ചിക്കനോ മീനോ അങ്ങനെ ഒന്നും വാങ്ങിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഉള്ളതല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്കും എന്താ പറയുക ആകെ ബോറടിക്കാൻ തുടങ്ങി. വീഡിയോ എടുക്കാനായിട്ട് ഒരു മടി, ഒന്നുമില്ലല്ലോ, ഇത് എന്താണിത്, എൻ്റെ വീഡിയോയിൽ എപ്പോഴും ഇത് തന്നെയുള്ളൂ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ട് അങ്ങനെ വീഡിയോ എടുക്കില്ല കേട്ടോ. 1-2 വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ വെച്ചു. പിന്നെ ഇടാൻ മടിച്ചിട്ട് അങ്ങനെ ഞാൻ ഡിലീറ്റും ചെയ്ത് കളഞ്ഞു കേട്ടോ. എന്താ ഇപ്പോൾ ഇടുക എന്നും പറഞ്ഞിട്ട് ആകെ ഒരു നാണക്കേട് പോലെ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ. അതുകൊണ്ട്
പിന്നെ അതവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ മഞ്ഞൾ പൊടിച്ചിട്ട് വന്നില്ലേ, അത് ഞാനിവിടെ ഒരു ഡപ്പിക്കകത്ത് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഉണ്ട് കവറിൽ. അതിപ്പോൾ ചേച്ചിക്ക് കൊടുത്തു വിടണം, അവളെ ചേച്ചി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചേച്ചിക്ക് കൊടുക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഡപ്പിൻ്റെ അകത്ത് കൊള്ളുമില്ല, കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ഉപ്പുമാവിനുള്ളതൊക്കെ വഴണ്ടിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി. ഉപ്പുമാവിന് ഒരുപാട് മഞ്ഞ കുത്തലായിട്ടുള്ള മഞ്ഞ കളറിലുള്ളത് എനിക്കിഷ്ടവുമല്ല. എന്നാലിട്ട് മഞ്ഞൾപ്പൊടി ഇല്ലാതിരുന്നാലും അത്ര നന്നായിട്ടും ഉണ്ടാവില്ല അല്ലേ, കാണാൻ ഒരു ലൈറ്റ് മഞ്ഞ കളറാണ് ഭംഗി. അങ്ങനെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചു കേട്ടോ. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് നമ്മൾ സേമിയ ഇട്ട് കൊടുക്കുകയാണ് കുറേശ്ശെ. ഇതിപ്പോൾ സേമിയ ഇങ്ങനെ ഉപ്പിട്ട വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുത്തിട്ട് ഊറ്റി വയ്ക്കുക. നമ്മൾ ചോറ് വാർത്ത് വയ്ക്കുന്ന പോലെ വാർത്തിട്ട് ഇങ്ങനെ കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതിൽ കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും വെക്കാം കേട്ടോ ഉപ്പുമാവ്. ഞാൻ ആദ്യമൊക്കെ അങ്ങനെ വെച്ചു, പിന്നെ എനിക്ക് തോന്നി ഇത് 2 പണിയാണല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ സാധാരണ ഇപ്പോൾ നമ്മൾ സേമിയ റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പം അങ്ങനെ വെക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. ആദ്യമൊക്കെ ഒരുമാതിരി ഒട്ടിപ്പിടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ വെച്ച് നമുക്കത് ശീലമായല്ലോ. അപ്പോൾ ഉപ്പുമാവൊക്കെ അതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റൊക്കെ ഇട്ടാൽ കുറച്ചും കൂടെ കാണാനും ഭംഗിയുണ്ടാവും. പിന്നെ കുട്ടികൾക്ക് ഹെൽത്തി ആണല്ലോ നമ്മുടെ ഇത്. അപ്പോൾ ഇന്നിപ്പോൾ സ്കൂൾ അവധിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ രാവിലെ എണീറ്റ് മെല്ലെ പണിയൊക്കെ ചെയ്യണം. ഉപ്പുമാവ് ഉണ്ടാക്കി, ചോറൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ലീവാണ് കുട്ടികൾക്ക്. പെരുന്നാളൊക്കെ ആണല്ലോ, വലിയ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ലീവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലീവിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പം പതുക്കെ എണീറ്റിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡിയായി. ഇനി അവസാനമായിട്ട് ഇത്തിരി മേമ്പടിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ച് നന്നായിട്ടുണ്ടാവും. വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു മണവും നല്ലൊരു എന്താ പറയുക, നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവുക. അപ്പം ഞാനിവിടെ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണല്ലോ അവർക്കും കുറച്ചും കൂടെ ഇഷ്ടം. അങ്ങനെ നെയ്യൊക്കെ ചേർത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. അതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പാത്രത്തിലാക്കിയിട്ട് നമുക്ക് കഴിക്കാം. രാവിലെ ചായയും സേമിയ ഉപ്പുമാവുമായിരുന്നു കഴിക്കാനായിട്ട്. നമ്മളിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് വൈകുന്നേരം രാത്രിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിയായാൽ പിന്നെ വോയിസ് ഓവർ ഒന്നും കൊടുത്താൽ അത്രയ്ക്ക് അങ്ങോട്ട് വൃത്തിയാവില്ല. കാരണം തവളൻ്റെ കരച്ചിലും എന്താ പറയുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ സമയമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി തന്നെ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് നിന്ന്. അപ്പോൾ ഞങ്ങളുടെ ഉപ്പുമാവൊക്കെ റെഡിയായി, ഞങ്ങളിത് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഞാനും പിള്ളേരും കൂടെ കഴിക്കാനായിട്ട് പോവുകയാണ്. ചായ ഉണ്ട് കേട്ടോ കൂടെ, ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സേമിയ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയ ഇഷ്ടമാണോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത്, അതോ ഞാൻ മാത്രമാണോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. നമ്മുടെ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ ഇവിടെ കുറേ ദിവസമായില്ലേ മണ്ണ് കൊട്ടിയിട്ട്. അപ്പോൾ ഏട്ടന് പറ്റുമ്പോഴൊക്കെ കുറേശ്ശെ കോരിയിടും കേട്ടോ. ഞാനും ഏട്ടനും കൂടെ 2 യൂണിറ്റ് മണ്ണ് ഇട്ടതാണ്. ഇപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ കുറേശ്ശെ കോരിയിട്ട് തറയൊക്കെ ഏകദേശം ഇങ്ങനെ കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിള്ളേർക്ക് ഇന്ന് ലീവാണല്ലോ, അപ്പോൾ മക്കളുള്ളത് കൊണ്ട് ഇതുപോലത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ പിള്ളേരിനെയും കൂടെ കൂട്ടുക. അപ്പോൾ അവർക്കൊരു ടൈം പോവും. അങ്ങനെ നമ്മൾ മണ്ണൊക്കെ കോരി കൊട്ടാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞാനും ചിട്ടിയും ചാരും ഒക്കെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ നിന്നിട്ടാണ് കോരിയത്. മൊത്തത്തിൽ അങ്ങോട്ട് കോരി കൊട്ടിയിട്ടാ. പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു. രാവിലെ തണുപ്പോടെ നിന്നാണെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞേനെ. പക്ഷേ നല്ല വെയിലായിട്ടോ. 9 മണിയൊക്കെ ആയ ഇവിടെ ഭയങ്കരമായിട്ട് വെയിലാണ് മുറ്റത്ത്. എന്നാലും അതൊന്നും വേഗം വയ്ക്കാണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ, രണ്ടാളല്ല 3 പേരും കൂടെ വാരി കൊട്ടിയിട്ടാണ്. അപ്പോൾ കുറേ ദിവസമായില്ലേ ഉമ്മർത്തിങ്ങനെ മണ്ണ് കൊട്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വാരി കൊട്ടണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഒറ്റയ്ക്കായതുകൊണ്ട് വയ്യ. പിന്നെ മക്കളുണ്ടെങ്കിലും ചിലപ്പോൾ അവർക്ക് തോന്നണം നമ്മുടെ കൂടെ വന്ന് പണിയെടുക്കാൻ. ഒറ്റയ്ക്കായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബോറടിയാണല്ലോ. അപ്പോൾ പിള്ളേരോ അല്ലെങ്കിൽ ഏട്ടനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വെയിലത്താണെങ്കിലും നമ്മളതാ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ മണ്ണൊക്കെ കോരി കൊട്ടി, പിന്നെ കുളിയും നനയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ ഉണ്ടാക്കി. പിന്നെ അതൊന്നും വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ. കൂട്ടാനൊന്നും അങ്ങനെ വെക്കാനൊന്നും നിന്നില്ല. ഞാനും പിള്ളേരായതുകൊണ്ട് കറിയൊന്നും അങ്ങനെ വെച്ചില്ല കേട്ടോ. ഇന്നിപ്പോൾ ഉപ്പേരി ബീട്രൂട്ട്
ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഉപ്പേരി വെച്ചു, മുട്ട പൊരിച്ചു, ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു. അപ്പോൾ അതൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല. അപ്പോൾ അതാ കണ്ടില്ലേ, ഞങ്ങൾ 1 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് ചോറ് കഴിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വെറും ചോറും മുട്ട പൊരിച്ചതും ബീട്രൂട്ട് ഉപ്പേരിയാണ്. പിന്നെ ഞങ്ങൾ ഉപ്പേരി കൂട്ടിയിട്ട് തന്നെ അങ്ങനെ കുഴച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ കുട്ടികൾക്കിങ്ങനെ ലീവായതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പായസം കഴിക്കാനായിട്ട് തോന്നിയിട്ടാ. നമ്മളെന്താ അമ്പലത്തിലൊക്കെ കിട്ടുന്ന ആ ഒരു വെള്ള പായസം ഉണ്ടല്ലോ, പാൽപ്പായസം. അപ്പോൾ അത് കഴിക്കാൻ തോന്നിയപ്പോൾ ഞാൻ എന്നാൽ കുറച്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് 1 ഗ്ലാസ് നല്ല അരി ഉണ്ടല്ലോ, നമ്മുടെ കുത്തരിൻ്റെ പച്ചരി, അതെടുത്ത് നന്നായിട്ട് കഴുകി അങ്ങോട്ട് പായസം ഉണ്ടാക്കാൻ പോവാണ്. ഇന്ന് പുതിയൊരു ചട്ടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ അരിയൊക്കെ കഴുകി അരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ ചിട്ടിക്കുട്ടി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ട്. പിന്നെ എനിക്ക് അരി ഉഴുന്നുമൊക്കെ അരയ്ക്കാനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ പണി ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ഇതാ പായസം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അരിയൊക്കെ കഴുകി ചെറിയൊരു ഗ്ലാസ്സിന് അരി എടുത്തിട്ടുള്ളൂ. അത്രയും മതിയാവും, ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ ആകെ കട്ട പോലെയാവും. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് അരി കഴുകി അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ, പാത്രത്തിലിട്ടു. അപ്പോൾ ഇത് നമ്മുടെ പുതിയ ചട്ടിയാണ് കേട്ടോ. നമ്മൾ പായസം വെക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു പുതിയ പാത്രവും കൂടെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കെന്തോ ഇത് പായസം വെക്കുന്ന ചട്ടി പോലെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ നമുക്കൊന്ന് പായസം, അങ്ങനെയാണ് കേട്ടോ എനിക്കിങ്ങനെ പായസത്തിൻ്റെ കാര്യം ഓർമ്മ വന്ന്. പിന്നെ കൊതി വന്നാൽ പിന്നെ നമ്മൾ അതെന്തായാലും വീട്ടിൽ ഉള്ളതൊക്കെ ആണെങ്കിൽ വെക്കാൻ പറ്റുമല്ലോ, അങ്ങനെ വെക്കാൻ നിന്നാണ്. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് അരി വേവിച്ച് കൊടുത്തു. പിന്നെ പാലൊഴിച്ചു, അത് നന്നായിട്ട് തിളച്ച് വന്ന പിന്നെ പഞ്ചസാരയും കൂടെ ചേർത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്താ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ രണ്ടിനും കൂടെ വീഡിയോ എടുത്തത് കൊണ്ട് ചിലതൊക്കെ എന്താ പറയുക ഷോർട്ട് വീഡിയോൻ്റെ സൈസിലായിരിക്കും കേട്ടോ ഉള്ളത്. അപ്പോൾ ദാ പാലും പഞ്ചസാരയും അരിയും എല്ലാം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. പിന്നെ ഞാൻ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാൽ ചേർക്കുമ്പോൾ നെയ്യും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യൊക്കെ ആദ്യമേ ഇട്ട് കൊടുത്താൽ നല്ലൊരു മണം ഉണ്ടാവും. പിന്നെ നമ്മൾ അവസാനമായിട്ട് ഇറക്കുന്ന സമയത്ത് 1 സ്പൂണും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാൽപ്പായസത്തിന് ഒരു പ്രത്യേക മണമാണ് കേട്ടോ. നെയ്യ് നന്നായിട്ട് ചേർക്കണം, അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. പിന്നെ നമ്മൾ ഇറക്കാനാകുമ്പോൾ 2 ഏലക്കായും പൊട്ടിച്ചിട്ടിട്ട് അങ്ങനെ ഇറക്കി. അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്നും ഇട്ടില്ല കേട്ടോ, അതൊന്നും ആവശ്യമില്ല. നമ്മൾ അമ്പലത്തിൽ കിട്ടുന്ന പാൽപ്പായസത്തിന് അതൊന്നും വേണ്ടല്ലോ. പിന്നെ ഇതാ ഞാൻ എന്തായാലും പായസം ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ പപ്പടവും കൂടെ കാച്ചാമെന്ന് വിചാരിച്ചു. അങ്ങനെ പപ്പടവും കൂടെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പായസം കഴിക്കുമ്പോൾ നമുക്ക് എപ്പോഴും പപ്പടം വേണം. എനിക്കങ്ങനെയാണ് കേട്ടോ. എന്ത് പായസമാണെങ്കിലും, അത് അടപ്രഥമനാണെങ്കിലും പരിപ്പ് പ്രഥമനാണെങ്കിലും പാൽപ്പായസമാണെങ്കിലും എന്ത് പായസമാണെങ്കിലും ഇതിൻ്റെ കൂടെ നമുക്ക് പപ്പടം മസ്റ്റാണ്. അപ്പം ഞങ്ങൾ ഇലയൊക്കെ മുറിച്ച് അങ്ങനെ പാൽപ്പായസമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ വെളിയിൽ കൊണ്ടുവന്നിട്ട് എന്താണ് പറഞ്ഞാൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ നല്ല എന്താ പറയുക വെളിച്ചമുണ്ട് കേട്ടോ, പകൽ വെളിച്ചമുണ്ടല്ലോ, അത് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നല്ല ക്ലിയർ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പുറത്ത് പോയി ഒന്ന് വീഡിയോ എടുത്തത് ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാനിത് അകത്ത് കൊണ്ടുവന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു പാൽപ്പായസം. നല്ല ചൂടുണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ പായസമൊക്കെ കുടിച്ചു. പിന്നെ വൈകുന്നേരം ഏട്ടൻ വരുന്ന സമയത്ത് ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്നിട്ട് അപ്പോൾ പിന്നെ കുറേ പച്ചക്കറികളും പിന്നെ കൈതച്ചക്കയൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നു. പിന്നെ കൊക്കവട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ അതും ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെയ്ക്ക് എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.